DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 2 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കേരളത്തിൽ ഇന്നും നാളെയും സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട്. ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും. അതുകൊണ്ട് പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. പകൽ 11 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. പരമാവധി ശുദ്ധജലം കുടിക്കുക. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കണം. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം. തുടങ്ങിയ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ, വിവാഹമോചിത, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്ക് സർക്കാർ ധനസഹായത്താൽ 20% സബ്സിഡിയോടുകൂടി പരമാവധി 1 ലക്ഷം രൂപ വരെ സ്വയം തൊഴിൽ വായ്പയ്ക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ്. 20 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. പരമാവധി 5 ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കും. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപ വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 18 വയസ്സിന് താഴെ വരുന്ന കുട്ടികളുടെ അമ്മമാർക്കും അതിദാരിദ്ര്യ തിരിച്ചറിയൽ സർവേ പ്രകാരം കണ്ടെത്തിയ കുടുംബങ്ങളിലെ വിധവകൾക്കും പദ്ധതിയിൽ മുൻഗണന ലഭിക്കുന്നതാണ്. സബ്സിഡി തുക ഒഴികെയുള്ള ലോൺ തുകയുടെ പലിശ നിരക്ക് 6%. അപേക്ഷകൾ www.ksmdfc.org എന്ന വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച ശേഷം നേരിട്ടോ അല്ലെങ്കിൽ തപാൽ വഴിയോ ഒക്കെ കോർപ്പറേഷൻ്റെ അതാത് ജില്ലകളിലെ റീജിയണൽ ഓഫീസുകളിൽ മാർച്ച് 6 മുൻപായി തന്നെ സമർപ്പിക്കണം. അടുത്ത അറിയിപ്പ്, ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം മാർച്ച് 3-ാം തീയതി വരെ നീട്ടിയിരിക്കുകയാണ്. അതായത് തിങ്കളാഴ്ച വരെ ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് നടക്കും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം വൈകിയാണ് തുടങ്ങിയത്. മാത്രമല്ല, ഫെബ്രുവരിയിൽ 28 ദിവസം മാത്രം ഉള്ളതിനാലും നിരവധി പേർ ഇനിയും റേഷൻ വാങ്ങാനുള്ളതിനാലുമാണ് തിങ്കളാഴ്ച വരെ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം നീട്ടിയത്. ഫെബ്രുവരിയിലെ റേഷൻ ഇനിയും വാങ്ങാത്തവർ നാളെ തന്നെ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ബുധനാഴ്ച, അതായത് മാർച്ച് 4-ാം തീയതി മുതലാണ് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. അടുത്ത അറിയിപ്പ്, ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷനായ 1600 രൂപയുടെ വിതരണം തുടരുകയാണ്. ഇതിനോടകം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും അക്കൗണ്ടുകളിൽ തുക എത്തിക്കഴിഞ്ഞു. വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കാണ് ഇനി തുക ലഭിക്കുവാനുള്ളത്. തിങ്കളാഴ്ച മുതൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം സജീവമാവുകയാണ്. സഹകരണ ജീവനക്കാർ പെൻഷൻ ഗുണഭോക്താക്കളുടെ വീടുകളിലെത്തി ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ വിതരണം ചെയ്യും. മാർച്ച് 6 മുൻപായി തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി വീടുകളിൽ പെൻഷൻ ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതായിരിക്കും. അതിനാൽ തന്നെ ഇനിയും പെൻഷൻ ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല. നാളെ മുതൽ വീണ്ടും പെൻഷൻ വിതരണം സജീവമാവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.